എൻ്റെ വിധീന്ദ്ര, എനക്കിപ്പോൾ ഈടി ഇരിക്കുമ്പോന്ന് ഇതെല്ലാം ഓർമ്മ വരുന്നു. ഇതെല്ലാം എന്ന് വെച്ചാൽ എത്ര വലിയ പറമ്പേരെന്നറിയാം. ഇത് ഇങ്ങേ തലക്ക് നോക്കിയാൽ അങ്ങേ തല നോക്കിയാൽ കാണൂല എൻ്റെ വിധീന്ദ്ര. ഇതെല്ലാം നമ്മളെ അച്ചാച്ചൻ്റെ സ്ഥലേനു. പണ്ട് എനിക്കിപ്പോൾ അതെല്ലാം പറയുമ്പോൾ നമ്മളെ പണ്ട് ഓണത്തിന് പൂപ്പറിക്കാൻ വരുന്നയാന്ന് ഓർമ്മ വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ വന്നിട്ടാകുമ്പോൾ ഈടെല്ലാം നിറച്ച് പൂവാന്ന്. തുമ്പപ്പൂ വേറെ, മുള്ളുംപൂ വേറെ, എന്ന് വേണ്ട മറ്റേ ആ ഒരു വേറെ നീലപ്പൂവ്, അതാ എന്നാ അതിൻ്റെ പേരെന്നാ വിധി? 4 മണിപ്പൂവ്, കാക്കപ്പൂവ് എന്ന് വേണ്ട. നമ്മൾ ചോറെല്ലാം തിന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് പറിക്കാൻ വരുക. പരക്കെ പിള്ളേർ പറിക്കുന്നുണ്ടാവും. എന്നാലും നമ്മൾ വന്നിട്ട് പൂവേ പുലി എന്ന് 4 വർത്താനങ്ങൾ പറയുമ്പോൾ 4 മൂലക്ക് നമ്മളെ കൊട്ട എങ്ങനെ അറിയുമോ? നമ്മൾ പറിക്കുമ്പോൾ എങ്ങനെയാന്ന് അറിയുന്നത് തന്നെ അന്നേരം അറിയില്ല എൻ്റെ വിധീന്ദ്ര. എന്തെന്നാന്നറിയാം, അന്നത്തെ കാലമല്ല ഒരു കാലാന്ന്. പിന്നെ ബാക്കിയുള്ള പിള്ളേരെല്ലാം വൈകുന്നേരം വരെ പറിച്ചാലും അവരെ കൊട്ടന്ന് അറിയില്ല. നമ്മളെന്ന് വെച്ചാല് ആ ഒരു നമ്മളെ വിളിയുണ്ടല്ലോ, പൂവേ പുലി എന്ന് വിളിച്ചിട്ടാകുമ്പോ അതൊരു നേക്കാന്ന്, ഒരു ഐഡിയ ആണ്. നമ്മൾ പൂവെല്ലാം വന്നിട്ട് ഇങ്ങനെ നമ്മളെ കൊട്ടന്നറിയും. എൻ്റെ അപ്പാ, അതൊരു കാലം തന്നെ.